വീട്ടിലെ വിളക്കുകളൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങണോ പുതിയതുപോലെ അല്ലേ ഇപ്പോൾ ഇത് കാണാൻ നല്ലോണം ഒരു പുതിയ വിളക്ക് വാങ്ങിയ പ്രതീതി ഉണ്ടല്ലേ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ നിലവിളക്കുകളും ഓട്ടുപാത്രങ്ങളും ഒക്കെ ഇങ്ങനെ തിളങ്ങി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലരും പല വഴികളും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത്രത്തോളം വെട്ടിത്തിളങ്ങാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടാകില്ല. എന്നാൽ അതിനുള്ള ഒരു സൂത്രം ഇവിടെ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമാകുന്ന കുറച്ച് സാധനങ്ങളെടുത്ത് നമുക്ക് ഈ ഓട്ടുപാത്രങ്ങളൊക്കെ ഇങ്ങനെ തിളക്കാം. പിന്നെ എന്തൊക്കെയാണ് ഇതിന് ആവശ്യമെന്ന് വെച്ചാൽ ഒരു ചെറുനാരങ്ങ, പിന്നെ ഒരു ചെറുനാരങ്ങ ഒരു പകുതി പോലെ മതി കേട്ടോ. പിന്നെ കുറച്ച് വിനീഗർ വേണം. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ്. പിന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു സോപ്പിൻ്റെ ലിക്വിഡ്. ഒരു ചെറുനാരങ്ങേൻ്റെ ഹാഫാണ് ഇട്ടിട്ട് ഹാഫ് എടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കുരുകളൊക്കെ ഒന്ന് പുറത്ത് ചാടിച്ച് പിന്നെ അതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ജ്യൂസ് മാത്രം മതി നമുക്ക്, അതിൻ്റെ തൊണ്ടൊന്നും വേണ്ട, ജ്യൂസ് മതി. അതൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ. പിന്നീട് നമുക്ക് ആവശ്യം ഡിഷ് വാഷാണ്. ഇത് പ്രില്ലാണ് കേട്ടോ ഞാനിവിടെ എടുത്ത്. അതിൽ ഒരു സ്പൂൺ എടുത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം നമ്മൾ ഒരു പാത്രത്തിലേക്ക് 2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഡിഷ് വാഷാണ് ചേർത്ത് കൊടുത്തത്. ഡിഷ് വാഷ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 3 സ്പൂണ് ശുദ്ധജലമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. ഇതിലുള്ളതിപ്പം വിനീഗറുണ്ട്, ഉപ്പുണ്ട്, ഡിഷ് വാഷ് ഉണ്ട്, പിന്നെ ലെമൺ ജ്യൂസ് ഉണ്ട്. ഇതൊക്കെ ചേർത്ത് നന്നായി കുറച്ച് 2-3 സ്പൂണ് വെള്ളമുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്ത സൊല്യൂഷനാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഉണ്ട്, വിനീഗർ, ഉപ്പ്. ഇത് നമ്മളിനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ക്ലാവ് പിടിച്ച ഈ ഒരു പച്ച കളർ കണ്ടില്ലേ വിളക്കിൻ്റെ മുകളിലൊക്കെ, ആ പച്ച കളറുള്ള വിളക്കിൻ്റെ മുകളിൽ നമ്മൾ ഇത് നന്നായി ഒന്ന് ഇത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ. നന്നായി ക്ലാവ് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. അതിൻ്റെ മുകളിലേക്ക് ഇത് ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് കഴുകിക്കളയാം കേട്ടോ. അത് കണ്ടോ ഇളകി വരുന്നത് കണ്ടോ, നന്നായി ഇളകി വരുന്നുണ്ട്. സാധാരണ രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ല രീതിയിൽ ഇളകി വരുമൊന്നുമില്ല, കുറേ അവിടെ തന്നെ കിടക്കും. പക്ഷേ ഇത് കണ്ടോ പെട്ടെന്ന് അത് ഇളകി വന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത്ര നല്ല രീതിയിൽ നമുക്ക് ഓട്ട് പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അത്രയും നല്ലോണം ഇതിൽ ക്ലീൻ ആകുന്നുണ്ട്. അതിൽ പച്ച കളറുള്ള ഭാഗമൊക്കെ അങ്ങനെ കണ്ടോ, ഇവിടെയൊക്കെ പച്ച കളറുണ്ട്. ഈ ഭാഗത്തൊക്കെ ഞാൻ കുറച്ച് ഈ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് കണ്ടോ, കൈ കൊണ്ട് തന്നെ ഒഴിക്കുമ്പോൾ അത് ഇളകി പോകുന്നുണ്ട്. ഇങ്ങനെ നന്നായി ഇളകിപ്പോവും. ഒരു പച്ച കളറും പിടിക്കില്ല, നല്ല വൃത്തിയുള്ള കളറിൽ നമുക്ക് കിട്ടതാ. ഇവിടെ നമ്മളൊന്ന് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സാധാരണ ഈ ഒരു ഓട്ടുപാത്രങ്ങളൊക്കെ വെളുപ്പിക്കാൻ വല്ലാത്ത പാടാണ്. പക്ഷേ ഇത് വളരെ എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ച് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. ഇത്രയും നന്നായി ഈ പാത്രങ്ങൾ കഴുകാമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചില്ല. പക്ഷേ എനിക്ക് അതിന് കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഈ പാത്രത്തിൻ്റെ അടിവശങ്ങളൊക്കെ കണ്ടോ, ഈ വിളക്കിൻ്റെ ഈ ക്ലാവ് പിടിച്ച പച്ച അതൊക്കെ ഇതിനെ കൊണ്ട് തേച്ച് നല്ല വൃത്തിയാവും കേട്ടോ. പിന്നെ ഇപ്പോൾ ഉത്സവ സീസൺ ആയതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ ഇത് ഉപയോഗിച്ച് ഒരുപാട് വിളക്കുകൾ നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കി മാറ്റാം കേട്ടോ. ഇതൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത്
നിങ്ങളുടെ അടുത്തൊക്കെ അമ്പലത്തിലുണ്ടെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആ ഗ്രൂപ്പിലേക്ക് ഇട്ട് ഒന്ന് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇതൊന്ന് നമുക്ക് വിളക്കാകുമ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഊരി കഴുകുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനിത് ഇപ്പം ഊരി കഴുകിയതായിരുന്നു. എന്നിട്ട് ഇവിടെ പിടിച്ചെടുത്താൽ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു കിണ്ടി ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ജ്യൂസ് ഞാൻ ഈ കിണ്ടിയിലും കൂടി ഒന്ന് ഇതാക്കി കൊടുത്തൊന്ന് ഉരച്ച് കൊടുക്കുകയാണ്. കിണ്ടിക്കൊക്കെ നല്ല കളറ് വെച്ചിട്ടോ. തീരെ ഉപയോഗിക്കാണ്ട് മൂലയിലിട്ട കിണ്ടിയായിരുന്നു. എടുത്ത് സ്ക്രാപ്പ് റേറ്റിന് കൊടുക്കണമെന്ന് വിചാരിച്ച കിണ്ടിയൊക്കെ ഇപ്പോഴത്തെ പുത്തൻ പോലെ വെട്ടിത്തിളങ്ങുന്നു. കണ്ടോ ഈ വിളക്കൊക്കെ കണ്ടോ? നേരത്തെ കണ്ട വിളക്കാണോ അത്? അത്രയും നന്നായില്ലേ. അങ്ങനെ നമുക്ക് നമ്മുടെ ഓട്ടുപാത്രങ്ങളും അങ്ങനത്തെ ഏത് പാത്രങ്ങളും ചെറിയ ചെറിയ വിളക്കുകളൊക്കെ ഉണ്ടാകില്ലേ, അതൊക്കെ നമുക്ക് ഇത്തരം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാലും നമുക്ക് നല്ല ക്ലീനായി കിട്ടും കേട്ടോ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കണേ. അടുത്തുള്ള ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.